ഹായ് ആൾ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ കഴിയുന്നത് എല്ലാ ആഴ്ചയും ഓരോ വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഇച്ചിരി ബിസി ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര ഷോർട്ടായിട്ടൊരു വീഡിയോ ആണ്. ജസ്റ്റ് നമ്മുടെ മൈൻഡ് കൺട്രോളിനെ പറ്റി ഒരു ചെറിയ എന്താണ് ഈസി ട്രിക്ക് ഓർ ഈസി ഹാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, ഭയങ്കര ആങ്സൈറ്റിയാണ്. അപ്പം നമുക്ക് മെഡിസിൻ ഇല്ലാതെ തന്നെ നമ്മുടെ മൈൻഡിൽ നമ്മളുമായിട്ടൊന്ന് സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ മരുന്നില്ലാതെ ആങ്സൈറ്റി വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കുമ്പോൾ അവർ പറയുന്ന കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ജനറലൈസ് ആങ്സൈറ്റി. അതെന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഇപ്പം ഒരു സ്ഥലത്ത് പോകണമെന്ന് വെച്ചോ, ഇപ്പോൾ കന്യാകുമാരിയിൽ പോകാനുള്ള പ്ലാനാണേ. അപ്പോൾ അവരുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി തോന്നും നാളെ പോകുന്നേ ഉള്ളൂ കന്യാകുമാരിയിൽ, പക്ഷെ ഇന്ന് തലേന്ന് തോന്നും അയ്യോ ഞാൻ പോകുമ്പം അവിടെ കറക്റ്റ് സമയത്ത് എത്തുമോ, അല്ലെങ്കിൽ എൻ്റെ ട്രെയിൻ വല്ലതും മിസ്സായിട്ട് എനിക്ക് പോകാൻ പറ്റാതെ ആവുമോ, അതോ ഞാൻ പോകുന്ന കാറ് ചിലപ്പോൾ പഞ്ചറായി പോവുമായിരിക്കും, അങ്ങനെ എനിക്ക് ചിലപ്പോൾ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റാതെ ആവുമോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ നെഗറ്റീവ്സ് ഉണ്ടാകും. ഇതൊരു എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് വെച്ചോ. ഹസ്ബൻഡ് ഇപ്പം ഒരു മീറ്റിങ്ങിന് പോയി. അപ്പം വൈഫ് എന്താണ്, ഒരു 8 മണിയാകുമ്പം ഹസ്ബൻഡ് തിരിച്ച് വരാറായി. അപ്പോൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ്, ഒരുപാട് ചിന്തകൾ പോകും. അയ്യോ എൻ്റെ ഹസ്ബൻഡ് കാർ ഡ്രൈവ് ചെയ്ത് വരികയാണ്, അപ്പോൾ ഇനി എന്താണ് ആ വണ്ടി എന്തെങ്കിലും ഇടിക്കാനിടയായോ, അതാണോ ഈ താമസിച്ച് വരുന്നത്. അപ്പോൾ ഒരുപാട് സംഭവിക്കത്തില്ല, പക്ഷെ മനസ്സിൻ്റെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂ നാളെ ഉള്ളൂ, പക്ഷെ നമ്മുടെ മൈൻഡിൽ കുറേ ചിന്തകൾ വരും. അയ്യോ ഇൻ്റർവ്യൂ പാസ്സാവാതെ പോവും, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ എനിക്ക് സൗണ്ട് കിട്ടാതെ ആയിപ്പോവും, അങ്ങനെ കുറേ ചിന്തകൾ, അനാവശ്യ ചിന്തകൾ നമ്മുടെ മൈൻഡിൽ കടന്നു വരുമ്പോഴാണ് അതിനാണ് നമ്മൾ ജനറലൈസ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ജസ്റ്റ് കൺട്രോൾ ചെയ്യാമെന്ന് ഞാനൊരു സിമ്പിൾ ഈസി ടെക്നിക്കാണ്, ചെറിയ ഷോർട്ട് വീഡിയോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ചിന്ത നെഗറ്റീവായിട്ട് വരാണ്, അയ്യോ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടം തന്നെ കൊളാപ്സ് ആയി പോവും, വീണോ ഇടിഞ്ഞു പോവും, അങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ എന്തെങ്കിലും ആയിക്കോട്ടെ. ഒരു ചിന്ത വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ചിന്ത മനസ്സിൽ മനസ്സെന്നല്ലേ നമ്മൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ വരുമ്പോൾ നിങ്ങൾ 1 മിനിറ്റ് ജസ്റ്റ് ആ ചിന്ത വന്നോടൻ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആരെയും കാണിക്കേണ്ട, ജസ്റ്റ് ഒരു ഇൻവോളണ്ടറി ആയിട്ട് ബ്രെത്ത് അകത്തോട്ട് എടുത്തിട്ട് അപ്പം നിങ്ങൾ മൈൻഡിൽ പറയണം, ബ്ലോക്ക് ദ തോട്ട് അല്ലെ. നമുക്ക് ഇഷ്ടമില്ലാത്തവർ നമ്മൾ ഫോൺ വിളിക്കണം, ഒരുപാട് കോൾസ് വരുമ്പോൾ അല്ലേ നമ്മൾ എന്ത് ചെയ്യും, കുറേ നമുക്ക് മടുക്കുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അപ്പം നമുക്ക് എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് അവരെ വേണ്ട, അതുകൊണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഈ മൈൻഡിൽ ഈ ചിന്ത വരുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ശ്വാസം അകത്ത് എടുത്തിട്ട് ജസ്റ്റ് ആ സ്പാർക്കിളിൽ തിങ്ക് ചെയ്യുക, ബ്ലോക്ക് ദാറ്റ് തോട്ട്. മനസ്സിലായി? ബ്ലോക്ക് ദാറ്റ് തോട്ട്. പിന്നെ നമ്മൾ ചിന്തിക്കരുത് എന്നുവെച്ചാൽ ആ ഒരു എടുക്കുമ്പോൾ നമ്മൾ ബ്ലോക്ക് ദാറ്റ് തോട്ട് എന്ന് പറയുമ്പോൾ ചിലർക്ക് എന്ത് ചെയ്യുന്നറിയുമോ, അത് പോകുമ്പോൾ അടുത്ത ചിന്ത വരാൻ തുടങ്ങും. അപ്പോഴും എടുത്തിട്ട് ബ്ലോക്ക് ദാറ്റ് തോട്ട്, എന്നിട്ട് നിങ്ങൾ വിട്ടു നോക്കൂ, ആ ശ്വാസം വരത്തില്ല. നിങ്ങളത് റിപ്പീറ്റഡ്ലി ചെയ്ത് നിങ്ങളൊരു നാക്കിന് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചിന്ത വരില്ല. അപ്പം ഇത് ചെയ്തിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഇല്ലാത്തവർ ഈശ്വരവിശ്വാസി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ സൂപ്പർ വുമൺ ഓർ സൂപ്പർമെൻ, നിങ്ങളെ തന്നെ ഒരു സൂപ്പർ ശക്തിയായിട്ട് വിചാരിച്ചാലും മതി. അതായത് ഇപ്പം ഞാൻ പറയാം, ഹിന്ദുസ്, ക്രിസ്ത്യൻ, മുസ്ലിം ഏത് കാസ്റ്റ് ആയിക്കൊള്ളട്ടെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പം ചിന്തിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ചിന്ത വന്നു, ഇപ്പം എന്തെങ്കിലും സംഭവിക്കുമോ, അവിടെ ആക്സിഡൻറ്റ് ആവും, ഞാൻ പോകുന്ന വഴിയിൽ ഒരു തേങ്ങ വീഴുമോ, ഇതൊക്കെ ആയിരിക്കും എല്ലാവരുടെയും ചിന്തകൾ. നമ്മൾ നടക്കുമ്പോഴെല്ലാം നമുക്ക് അവയർനെസ് വേണം, നമ്മൾ കുഴിയുണ്ടോ എല്ലാം നോക്കണം. പക്ഷെ അനാവശ്യമായിട്ട് കുറേ ചിന്തകൾ വരുമ്പോൾ എന്ത് പറ്റും, അത് നമ്മുടെ മൈൻഡിന് തന്നെ ഭയങ്കര സ്ട്രെസ് ചെയ്യും, അല്ലെങ്കിൽ മൈൻഡിന് സമാധാനം പോകും. അതാണ് മെയിൻ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ ജസ്റ്റ് ബ്രെത്ത് എടുക്കുക, ബ്ലോക്ക് ദാറ്റ് തോട്ട് എന്ന് പറഞ്ഞിട്ട്, ഈശ്വര വിശ്വാസികളാണ് നിങ്ങളുടെ ഏതാവട്ടെ, ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ, ഹിന്ദു ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള ഈശ്വരനോട് നിങ്ങൾ പറയാണ്, എനിക്ക് ഈ ചിന്ത വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ചിന്ത വന്നു, ഭഗവാനെ അങ്ങനെ അല്ലാതെ ആയിരിക്കണേ, ബ്ലോക്ക് ദാറ്റ് തോട്ട്.
പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ടങ് ട്വിസ്റ്റായി. ബ്ലോക്ക് ദാറ്റ് തോട്ട്, അങ്ങനെ പറയാം. എന്നിട്ട് ഇനി അടുത്ത ചിന്ത വരുമ്പോഴും എന്ത് ചെയ്യുക, ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ യേശുവിനെ വിചാരിക്കാം, മുസ്ലിംസിനാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ വിചാരിക്കാം. അപ്പം അങ്ങനെ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ഇത് ബ്രെത്ത് എടുക്കുക, ജസ്റ്റ് ഒരു സ്പാർക്കിളിൽ നടക്കണം. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം കുറേ ഇങ്ങനെ ബ്രെത്ത് എടുത്ത് ഒരു നേരം നിൽക്കരുത്. ജസ്റ്റ് ആ തോട്ട് എങ്ങനെ ചിന്ത വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ എന്താണ് കടലടിക്കുന്ന പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ജസ്റ്റ് എന്താണ് ബ്ലോക്ക് ദാറ്റ് തോട്ട്. എന്നിട്ട് നിങ്ങൾക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത്, കാരണം നമുക്ക് വിശ്വസിക്കുന്ന ഒരാളെ വേണം, എന്ന് വെച്ചാൽ നമ്മളെക്കാളും സൂപ്പർ ശക്തിയുള്ള ഒരാളെ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈശ്വരനെ വിചാരിക്കാം, ആ ആരെയാണോ വിശ്വസിക്കുന്നത് അവരെ ഇങ്ങനെ പറയാം, ഇങ്ങനെ ഒരു ചിന്ത വന്നു അങ്ങനെ നടക്കരുതേ, ബ്ലോക്ക് ദാറ്റ് തോട്ട്, എന്നിട്ട് കളഞ്ഞു നോക്കൂ, പിന്നെ വരത്തില്ല. അങ്ങനെ നമുക്ക് സ്ലോലി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ മൈൻഡും നമ്മളും തമ്മിലൊരു എന്താണ് ഒരു കണക്ഷൻ വരെയാണ്. അപ്പം നമ്മൾ പറയാറില്ലേ, ഇപ്പം ടി വിയുടെ സ്വിച്ച്, ഇപ്പം നമുക്കൊരു ചാനൽ മാറ്റണമെങ്കിൽ ആ സ്വിച്ചിൻ്റെ വോളിയം കൂട്ടുന്നതും കുറയ്ക്കുന്നതും ആ റിമോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലാണ്. അതനുസരിച്ചല്ലേ ടി വിയുടെ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ സൗണ്ട് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ മൈൻഡിനെ നമ്മളുടെ കൺട്രോളിൽ നമ്മൾ വരുത്തണം. അപ്പം നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് ടെൻഷൻസും എല്ലാം കുറയ്ക്കും. കാരണം ടെൻഷൻ വരുമ്പോൾ എന്ത് പറ്റും, ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ കൂടും, അങ്ങനെ ഒത്തിരി അല്ലെ, കാർഡിയോവാസ്കുലറിന് പ്രശ്നമാവും, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പം നമ്മുടെ ജീവിതം എന്തെന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് സന്തോഷിക്കുക. അപ്പം മാക്സിമം സന്തോഷം തരുന്ന കാര്യങ്ങളിലോട്ട് ഏർപ്പെടുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും പ്ലാനിങ് ഈസ് ഓൾവേസ് ഗുഡ് അല്ലെ. പ്ലാനിങ് നല്ലതാണ്, നമ്മളൊരു പ്ലാനിങ് ഒക്കെ നല്ല, പക്ഷെ അധികം പ്ലാനിങ് ആവുമ്പോൾ അത് നടക്കാതെ വരുമ്പോൾ എന്ത് പറ്റും, വീണ്ടും ഡിപ്രഷൻ ഓർ വെറീസ് വരാൻ തുടങ്ങും. അപ്പൊ നമുക്ക് പ്ലാനിങ് ഒക്കെ ചെയ്യാം. അപ്പൊ കുറച്ചൊക്കെ എന്താണ് ഒരു ബെല്ലും ബ്രേക്കും ഒക്കെ ഇട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം അല്ലേ. അപ്പൊ ഇത് എൻ്റെ ഒരു സ്മോൾ ഡെയിലി ഡോസ് ആയിരുന്നു. ഡെയിലി ഡോസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വീക്ക്ലി ഡോസ്. ഇത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. പിന്നെ മൈൻഡ് റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇതുപോലെ ചെറിയ വീഡിയോസ് വന്നിട്ട് അങ്ങ് പറയാം. So thank you all for listening me, and this is me, Dr. Amrita. If you're new to my channel, please do guys subscribe. Thank you all.